ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സോമലത എന്ന ചെടിയെക്കുറിച്ചാണ്. ഔഷധീനാം പതിയായ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ച് ഇലകൾ വിരിയുകയും പൊഴിയുകയും ചെയ്യുന്ന ഒരു സസ്യമാണ് സോമലത. ചന്ദ്രൻ്റെ ഭൂമിയിലെ പ്രതിനിധിയായ സോമലതയുടെ രസമാണ് സോമയാഗത്തിലെ മുഖ്യ ഭവിഷ്യ. സോമലതയ്ക്ക് 15 ഇലകളേ ഉള്ളൂ. 15 ദിവസം കഴിഞ്ഞാൽ പൗർണമി, പിന്നെ അമാവാസിയുണ്ട്. അപ്പോൾ പ്രതിപദം മുതൽ ദിവസം തോറും ഓരോ ഇല മുളയ്ക്കുകയും കറുത്തപക്ഷ പ്രതിപദം മുതൽ ഓരോ ഇല പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സസ്യമാണ് സോമലത. പൗർണമി നാളിൽ 15 ഇലകളുണ്ടാവും. അമാവാസിയിൽ ഇലകളെല്ലാം പൊഴിയും. ഇത്തരം ഒരു സസ്യത്തെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? 1968 നടന്ന ഒരു പഠനപ്രകാരം മതിഭ്രമം ഉണ്ടാക്കുന്ന ഒരു കൂണാണ് സോമലത എന്ന് വാസൺ പറയുന്നു. 1971 ഒരു പഠനമനുസരിച്ച് ഹാറാമിൻ മുഖ്യ ഘടകമായുള്ള സസ്യമാണ്. ഗ്രേറ്റർ ഇറാനിയൻ പ്രദേശങ്ങളിലാണ് ഈ ചെടി വളരുന്നത്. കേരളത്തിൽ ലഭ്യമായ സോമലതയ്ക്ക് കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും പ്രകടമായ വ്യത്യാസമുണ്ട്. വെളുത്ത പക്ഷത്തിൽ പച്ച നിറമായിരിക്കും, ഇത് നന്നായി വളരും. എന്നാൽ കറുത്ത പക്ഷത്തിൽ മുരടിച്ച് കറുപ്പ് കലർന്നതായിരിക്കും. ഇതിന്റെ തണ്ട് മുറിച്ചാൽ കിട്ടുന്ന രസമാണ് സോമലത. ഇത് പേവിഷബാധയ്ക്ക് കാരണമായ വൈറസുകളെ നശിപ്പിക്കാൻ ശേഷിയുണ്ടത്രേ. ശ്വാസകോശ രോഗം, ക്യാൻസർ എന്നിവയെ പ്രതിരോധിക്കാനുള്ള കഴിവും ഉണ്ട്. 46 തരം സോമലതകൾ ഉണ്ടെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അംശുമാൻ നെയ്യിന്റെ മണമുള്ളത് സോമലതയാണ്. രജതപ്രഭുവിന് വലിയ കിഴങ്ങുണ്ടാവും. ചന്ദ്രമസ് വെള്ളത്തിലെ പായൽ പോലെയാണ്. ഗരുഡാഹൃതം, ചേതാക്ഷം എന്നിവ പാമ്പിൻ വള പോലെ മരത്തിൽ പടർന്നു കയറുന്നതാണ്. ഹലോ കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ. ഓക്കെ, ബായ്. നാളെ കാണാം.